ഹായ്, ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. 16ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. വെഡ്ഡിങ് ആനിവേഴ്സറി ഓർക്കാത്ത ഹസ്ബൻഡിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതാണ് സർപ്രൈസ്. ഇത് ഞാൻ തന്നെ പാക്ക് ചെയ്തതാണ്. ഈ സർപ്രൈസ് നമുക്ക് അകത്തുകൊണ്ട് കൊടുത്തു നോക്കാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എഴുന്നേക്ക, എഴുന്ന പിടി. 28ാം തീയതി പിടി. അല്ല 30ാം തീയതി പിടി. പിടി മനുഷ്യല്ല, ഗിഫ്റ്റ് ആണ് വാങ്ങിക്കണം. പിടി 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 സോപ്പൊട്ടി പിടി. ചുമ്മാ കുഞ്ഞിടക്കത് പിടിക്കേ. പിന്നെ ഉറക്കത്തെ 10 മണി കഴിഞ്ഞു. മൊബൈലൊന്നുമില്ല, തുറന്നു നോക്ക്. ഏതൊക്കെ സോപ്പൊട്ടിയ സോപ്പൊട്ടി പറ്റത്തില്ല. കണ്ടു പറക്കി വെച്ചതാണ്. ആ ഉച്ചക്ക് ബിരിയാണി മേടിച്ചത്. അതിനാണ് ഐഫോൺ മേടിച്ചതില്ലേ. ഇനി ഒരു 5-6 വർഷത്തേക്കിന് ഇനിയിപ്പോ 5-6 വർഷത്തേക്ക് ഐഫോൺ 16 ഇറങ്ങുമ്പോ വാങ്ങിച്ചാൽ മതി. ഇനിയിപ്പോ 5-6 കൊല്ലത്തിനും ഇതൊന്നും ഇല്ല. ഗിഫ്റ്റ് ഒന്നും മേടിച്ചു. ഐഫോൺ ഏതാ മേടിച്ചത്? നീ എന്താടി പറയുന്നേ? നിങ്ങളെപ്പോ അല്ലേ മേടിച്ചു ഗിഫ്റ്റ്? എവിടെ പോയി മേടിച്ചു? വെയിറ്റുണ്ട് നിങ്ങൾ ചാത്ത സാധനം എനിക്കിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മൊബൈലാണ്. സാധാരണ മൊബൈലല്ല, ഐഫോണ്. പൊട്ടിച്ച് നോക്കട്ടെ. ഇതിനകത്തൊന്ന് തോന്നുന്നു കളിപ്പീരായിരിക്കും. പിന്നെ കവറ് ഇങ്ങനെ കിട്ടുമല്ലോ. അകത്തെന്തോ പൊട്ടിച്ച് നോക്കട്ടെ. ഇത് തന്നെ ഐഫോൺ തന്നെ. നോക്കട്ടെ, ഇപ്പുറം തിരിച്ച് നോക്കട്ടെ. പുതിയതാ കളിപ്പീരല്ല കേട്ടോ. ഞാനോർത്ത് കളിപ്പീരായിരിക്കും ഇവരെ. ഐഫോൺ തന്നെ കേട്ടോ. എന്തെങ്കിലും ഒരു മുട്ടായിയുടെ തുരുമ്പ് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചിരുന്നുണ്ടോ? എന്തിനാണ് നിങ്ങളെ കൊണ്ട് സ്റ്റാറ്റസ് ഇടാൻ പറ്റുമോ? എനിക്ക് ഗിഫ്റ്റിലൊന്നും കാര്യമില്ല. ഇവിടെ ഉണ്ട് പുറത്ത് കാണിക്കാം. മറ്റേ ഇത് ചെയ്ത് വെക്ക്, ടാറ്റോ ചെയ്ത് വെക്ക്. ടാറ്റോ ഒന്നും ചെയ്യണ്ട. പൊളിച്ച് കാണിക്കാൻ നമ്മള് വെള്ളപ്പൊക്കത്തിനൊക്കെ മുന്നേ വാങ്ങിച്ചു വെച്ചതാ. പെരുന്നാളിന് മുന്നേ നമ്മള് പോയി വാങ്ങിച്ചു വെച്ച മെഗാമാളിലെ ഷറഫ് ഡിജിയിൽ പോയി വാങ്ങിച്ചത്. അത് ഞങ്ങൾ പറഞ്ഞില്ലേ മെഗാമാളിൽ പോയിട്ട്. അപ്പൊ മെഗാമാളി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഐസ്ക്രീം തിന്നാൻ പോത്തില്ലയോ? വെഡിങ് ആനിവേഴ്സറി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പതിവ് കറക്കം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒമാനും മദഹ. ഇത് കോർഫക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഫുജേറ കോർഫക്കാൻ ബോർഡറിലാണുള്ളത്. UAE-യിലെ ഒമാൻ്റെ ഒരു സ്ഥലമാണ്. വിസയും പാസ്പോർട്ടും ഒന്നും ഇല്ലാതെ നമുക്ക് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോയ പോലെ തന്നെ കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നമ്മളിതിനെ കള്ളുകുടിയൻ പക്കി എന്നൊക്കെ പറയും. ഇതിൻ്റെ പല കളറിലെ ഈ പക്കികൾ, ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. മഴ പോലെ തന്നെ, നമ്മുടെ നാട്ടിലെ മഴ പോലെ തന്നെ എന്തോ പുളിമരം പൂത്തിരിക്കുകയാണ്. ഈ പുളിമരം ഫുള്ള് പുളിയാണ് കേട്ടോ. പുളി വരച്ചിട്ട് ഉപ്പ് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം
ഈ ഒരു തോട്ടി നമ്മുടെ വണ്ടിയിൽ എപ്പോഴും കാണും. ഇത് ഇങ്ങനെ വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റുന്ന, നീളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ടിയാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു ബംഗാളി പയ്യനെ നമുക്ക് നല്ല പരിചയമാണ്. നമ്മളിവിടെ വരുമ്പോഴൊക്കെ പുള്ളിയുടെ ഫാമിൽ പോകാറുള്ളതാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്ത് അത് പറിച്ച് തന്നിട്ടുണ്ടായി. ഒരു കൊല്ലം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ വരുമ്പോൾ കുറേ പുളി ഇവിടുന്ന് പറക്കിക്കൊണ്ട് പോകാറുണ്ട്. ഈ പ്രാവശ്യം താഴോട്ടുള്ള എല്ലാം തീർന്നു. തോട്ടിക്ക് തയ്പ്പില്ലാതായിപ്പോയി. നമ്മൾ അടിച്ച് ഇത്രയും പുള്ളി നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്തു കേട്ടോ. പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ഉയരത്തിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉപ്പ് നമ്മുടെ കയ്യിലുണ്ട്. നല്ലൊരു പുളി എടുത്തു. ഇത് അടിച്ചടിച്ച് പുളിയെല്ലാം ചളങ്ങി ഒരു പരുവായിട്ടിരിക്കുകയാണ്. എന്നാലും വേണ്ട ഉപ്പ് നമ്മൾ എപ്പോഴും കൈ കൊണ്ട് വെക്കും കേട്ടോ. കാരണം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വല്ല മാങ്ങായോ പുളിയോ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാനെ കൊണ്ട് ഉപ്പ് വേണ്ടേ. അപ്പോൾ പുളിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പുളിയാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പുളി ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പുളി കട്ട് കുറച്ചും അല്ലാതെയൊക്കെ കഴിച്ചതിൻ്റെയൊക്കെ ഫീലിംഗ് ഉണ്ട്. പുളി വേണോ? പുളി വേണോ? പുളിക്ക് ഭയങ്കര പുളിയില്ലേ? നോക്കിയോ? ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഈ പുളി എന്തുവാ മാങ്ങ എന്തുവാ അന്നത്തെ ഒരു ടേസ്റ്റും ഒന്നും അവർക്ക് വേണ്ട. ഇതൊന്നും അവർക്കല്ല ചുമ്മാതാ അവർക്ക് വല്ല ബർഗറോ സാൻഡ്വിച്ചോ അല്ല ഷർമയൊക്കെ മതി. ഫാമിൽ നിന്ന് അറബിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറിച്ച കരിയാപ്പിലയാണ്. അപ്പോൾ അതിൽ കുറച്ച് നമുക്കും തന്നു. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ വെളിയിൽ അങ്ങ് ദൂരെ കിലോമീറ്ററുകൾക്കപ്പുറം ദൂരെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് വെഡിങ് ആനിവേഴ്സറിയുടെ ലഞ്ച് കഴിക്കുകയാണ്. ചോറും എന്തൊക്കെയുള്ളത്? ചോറുണ്ട്, മീൻകറിയുണ്ട്. മീൻകറിക്കകത്ത് ചെറിയ മത്തിയുടെ ഒരു പീസ്. ഇത് സാമ്പാർ, ഇത് അച്ചാർ, ഇത് കാബേജ് തോരൻ, ഇത് മീൻ പൊരിച്ചത്. അച്ചാർ മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ കവറിനകത്തില്ലേ തൂക്കി ഇടുന്ന അതുപോലെ ഇരിക്കുന്നല്ലോ. പപ്പടം എന്തുവാ? ബിരിയാണി എന്നിട്ട് ചിക്കൻ കാലും കിങ്ങിണി. എന്റെയും ബിരിയാണി. എനിക്ക് ബിരിയാണി. ഈ ഒരു മതയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ കറങ്ങാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഈ ഒരു വാട്ടർഫോള്. നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫോളാണ്. ഇവിടെ ഒന്നും അങ്ങനെ എൻട്രൻസ് ഫീസോ അങ്ങനെയൊന്നുമില്ല. യിൽ മഴ പെയ്ത സമയത്ത് ഇവിടെ മധുരയ്ക്കുള്ളിൽ മഴ പെയ്തെന്ന് തോന്നുന്നു. ഈ ഡാമിൽ നിന്ന് വരുന്ന ഈ വെള്ളമാണ് ഈ റോഡിൽ കൂടിയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടുത്തെ റോഡുകളൊക്കെ തീരെ പോരായിരുന്നു. ഇപ്പം ഇവർ ഇൻ്റർലോക്ക് ഇട്ടതുകൊണ്ട് നമുക്ക് ഇതുവഴി പോകാൻ നല്ല രസമാണ്. ഇതെല്ലാം ഫാം ഏരിയ ആണ് കേട്ടോ. ഇതിന് ഒരു വലിയൊരു ബനിയൻ ട്രീ, ഒരു ആൽമരത്തിൻ്റെ പേരിൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ആൽമരം കഴിഞ്ഞിട്ട് ഒരു ഫാമിൻ്റെ ഉള്ളിൽ കൂടി പോയി കഴിഞ്ഞാൽ താഴെ നമുക്കൊരു ചെറിയ അരുവി കാണാൻ പറ്റും കേട്ടോ. ആ ഒരു അരുവിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ വരുമ്പോഴൊക്കെ പപ്പടും അവിടെ പോയി കുളിക്കാറുണ്ട്, നീന്താറുണ്ട്. ഇതാണ് അവർക്ക് ചെറിയൊരു പനി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നീന്താൻ അനുവദിക്കുന്നില്ല. രാവിലെ എണീച്ചപ്പോൾ പപ്പടുവിൻ്റെ കാതിനൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ചെവി പഴുത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി കേട്ടോ. ഇതിന് പഴയൊരു ഇതായിട്ട് തോന്നില്ല. പഴയ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ വലിയ പാറകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് നിരപ്പാക്കിയതുപോലെ തോന്നും. എങ്കിലും നല്ലപോലെ ഒഴുക്കുണ്ട് കേട്ടോ. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്, നല്ലപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു വെള്ളം താഴോട്ട്. അവിടെ ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് നീന്തി കുളിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നില്ല. ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇരിക്കാനും കുളിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കുറേ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നതൊക്കെ കാണുകയുണ്ടായി. ഈ ഒരു മധുരയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഫുഡ്. ഈ ഫുഡ് കഴിക്കണമെങ്കിൽ ഈ ഒരു 5 മണി കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇത് UAE തന്നെ ഷോപ്പുകളാണ്. അപ്പോൾ ഇത് ഫുജേറ ഒരു ബോട്ടിലായിട്ട് വരില്ല. അപ്പോൾ
ഫുജേറ ബോട്ടിൽ, അതായത് മധുരയ്ക്കുള്ളിലോട്ട് കയറുന്ന അടുത്താണ് നമുക്ക് ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ഒരു ഷോപ്പുകൾ കാണാൻ പറ്റുന്നത്. ഈ ഷോപ്പുകളെല്ലാം രാത്രിയിലാണ് ഓപ്പൺ ചെയ്യുന്നത്, 5 മണിയായിട്ടാണ്. ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മെയിനായിട്ടുള്ളത് കബാബുകളും അതേപോലെ ലുക്മത്തും അങ്ങനെ അറബിക് ട്രഡീഷണൽ രീതിയിലുള്ള ഫുഡുകളൊക്കെ ഉണ്ട്. ഈ കാണുന്ന വണ്ടികളെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ വലിയ റേറ്റ് ഒന്നുമില്ല, വെറും 2 ദിറംസ് 2.5 ദിറംസൊക്കെ ഉള്ള ഒരു പീസ് സോസേജിനും അതേപോലെ ചിക്കനും ഒക്കെ ഉണ്ട്. സോസേജും ചിക്കനും അതേപോലെ തന്നെ ഞണ്ട്, ക്രാബ്, അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മീനുകളും ഇവരിങ്ങനെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ലുക്മത്തും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. ലുക്മത്തിനൊക്കെ ഒരു ചെറിയ ബോക്സിന് 10 ദിറംസാണ് കേട്ടോ. ഇത് ഈ കണ്ടില്ലേ, ഇതിനൊക്കെ 2 ദിറംസ് 2.5 ദിറംസ് ഒക്കെ വരുന്നുള്ളൂ. ഒരു പീസിനാണ് 2 ദിറംസ് 2.5 ദിറംസ് ഒക്കെ വരുന്നത്. നമ്മളെപ്പോൾ വന്നു കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു പുളിയുടെ ഒരു സോസിനാണ് ഒഴിച്ച് തരുന്നത്. ഒരു 7-8 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ മദഹയിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ രാവിലെ തൊട്ട് എനിക്ക് ഭയങ്കര തലവേദനയാണ്. ഒരു 10 ദിവസത്തോളമായി പനി തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിറച്ച ആൾക്കാർ, ഹോസ്പിറ്റലിൽ നേഴ്സുമാർ വരെ അവർ ട്രിപ്പ് ഇട്ട് കിടക്കുന്നുണ്ട്. നെബുലൈസേഷനൊക്കെ ചെയ്തിട്ട് തലവേദനയൊക്കെ ആയിരുന്നു, അതൊക്കെ ഓക്കെ ആയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം കേട്ടോ. ബൈ ബൈ.